മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ നാടൻ പാട്ട് പങ്കുതി അടിപൊളി 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 അടിപൊളി. ഒരു മൈക്ക് സെറ്റുകാരനായി ഇങ്ങനെ വേണം, നല്ല ആവേശമുള്ള പാട്ട്. അല്ല, ആവേശമുള്ള ഒരു സാരത്തിന്റെ ഉദ്ഘാടനമല്ലേ, അപ്പൊ ആവേശമുള്ള ഒരു പാട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത്രയും ആവേശം പോരാ, ഇങ്ങനെ ഒരു പാട്ട് ഇടുമ്പോഴേ നമ്മൾ അപ്പുറത്തെ പഞ്ചായത്ത് വരെ നല്ല ജില്ല് ജില്ല് ജില്ലാണ് നിക്കണം. ജില്ല് ജില്ല് ജില്ല നിൽക്കാനേ സ്റ്റീവൻ ദേവസ്യയുടെ ഗാനമേളൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഉണക്ക കക്കൂസിന്റെ ഉദ്ഘാടനമല്ലേ. ഉണക്ക കക്കൂസാ? ഇതാണ് ഈ ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റ് ഇവിടെ കൊണ്ടുവരാൻ എന്ത് കഷ്ടപ്പെടുന്നറിയാമോ? ഈ ടോയ്ലറ്റ് ഇവിടെ ഇരുന്ന നാളെ മുതൽ എല്ലാരും ഈ ടോയ്ലറ്റിലേ പോവുള്ളൂ. നിങ്ങൾ ഈ ടോയ്ലറ്റ് എടുത്തെടുത്ത് പറയണ്ട, ഇത് ടോയ്ലറ്റ് ആണെന്ന് എനിക്കറിയാം. എടാ അതല്ലടാ, ഇതിന്റെ പേരാണ് ഈ ടോയ്ലറ്റ്. പേരാണല്ലേ, മനസ്സിലായ? ഈ ടോയ്ലറ്റിന് ഒരുപാട് വെറൈറ്റികളുണ്ട്. ടോയ്ലറ്റിനാകെ 2 വെറൈറ്റിയേ ഉള്ളൂ. ഒന്ന് ഇതും പിന്നെ ഒന്ന് ദാണ്ട ഇതും. അല്ലാതെ എന്തൊരു വെറൈറ്റിയാണുള്ളത്? എടാ അങ്ങനെയല്ലെന്ന്, ഇത് ഒരുപാട് വ്യത്യാസം പ്രത്യേകതകളുള്ള ടോയ്ലറ്റ് ആണെന്ന്. ആണോ? കാര്യങ്ങളെല്ലാം റെഡിയാണ്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമൊന്നുമില്ല. അതാണ് പറയാൻ വന്നത്. മൈക്കിന് എർത്തുണ്ട്. മൈക്ക് മാറ്റാനാ 6 മാസം കഴിഞ്ഞ് 750 രൂപ പരിപാടിയല്ലേ. ഈ മൈക്കൊക്കെ മതി. ഹലോ എന്റെ സാറേ, നാളെ രാവിലെ 10 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ഈ ചന്ദ്രിക ഇടുക്കി പഞ്ചായത്തില് സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തിരിക്കും. അയ്യോ അതല്ല സാറേ, ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നപ്പോ ഒപ്പിട്ട് പോയ ഒരു ഫയലാ. ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആ നിമിഷം ഞാൻ ഇവിടുന്ന് കേറുവല്ലേ. ഓക്കെ സാർ, ശരി സാർ, താങ്ക് യു. എന്റെ സുരേഷേ, അത്യാവശ്യമായിട്ട് ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം ഒന്ന് നടത്ത്, എനിക്ക് പോകാൻ അത്യാവശ്യമുണ്ട്. എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും ഉദ്ഘാടനം കഴിയാതെ അതിനകത്ത് പോകാൻ പറ്റൂല. അതിനകത്ത് പോകുന്ന കാര്യമല്ല, എനിക്ക് ഇടുക്കിക്ക് പോകാൻ അത്യാവശ്യം ഉണ്ടെന്ന്. മേഡം, ഇതിനൊന്നും ഇടുക്കി പോകേണ്ട കാര്യമില്ല. ഇതിനേക്കാളും നല്ല ടോയ്ലറ്റ് എന്റെ വീട്ടിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഒന്ന് പോടോ ഇവിടുന്ന്. പ്രസിഡന്റിന് പ്രസംഗിക്കാനുള്ള മൈക്കൊക്കെ എറുത്തടിച്ചത് ഓക്കെ, എക്സ്പ്രഷൻ വേറെ എന്തോ പോലെ തോന്നി. ഇയാളെ കൊണ്ട് അയ്യോ, ഈ ടോയ്ലറ്റ് പുഷ്പഹാരം കൊണ്ട് അലങ്കരിച്ചില്ലേ? കമ്പപ്പുരയ്ക്ക് ആരെങ്കിലും ഹാരം കൊണ്ട് അലങ്കരിക്കോ? പ്രസിഡന്റ് ഇത് എവിടെ പോയി കിടക്കുവോ? പ്രസിഡന്റ് പറഞ്ഞുണ്ട്. പ്രസിഡന്റ് ഉപ്പലല്ല, ഉൽപ്പൽ, ഉൽപ്പലാക്ഷൻ. നീ ഇനി ഒന്നും പറയണ്ട, മനസ്സിലായോ? നീ വന്നാ, നീ എപ്പോഴും ഇങ്ങനെ അച്ഛാ പറയണ്ട. ഒന്നാമത് എന്റെ ഭാര്യക്ക് എന്നെ ഭയങ്കര സംശയമാണ്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ അവൾ അതങ്ങ് ഉറപ്പിക്കും, മനസ്സിലായോ? വീണ്ടും അച്ഛാന്ന്. എന്റെ ദൈവമേ, ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരുത്തിയെ പിടിച്ച് ഇലക്ഷന് നിർത്തി. അവൾ അബദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു. ഇതിപ്പോ കണ്ടകോടാലി ആയല്ലോ ഭഗവാന്. കൊച്ചേ നോക്ക്, എനിക്ക് അല്ലാതെ തന്നെ 150 ഇരട്ട പേര് നാട്ടിലുണ്ട്. നീ ഇത് പറയുന്ന കേട്ട നാളെ തൊട്ട് അവന്മാര് അത് വിളിച്ചോണ്ട് കിടക്കും, മനസ്സിലായോ? സുരേഷേ, എല്ലാം ഓക്കെ ആണല്ലോ? പ്രസിഡന്റ് എല്ലാം ഓക്കെ ആണോ? ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് പോയിട്ട് ഇത്തിരി അത്യാവശ്യമുണ്ട്. പ്രസിഡന്റ്, മൈക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. മൈക്കിന്റെ നീ എന്നെ പഠിപ്പിക്കണ്ടേ? നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ മൈക്കുമായിട്ടുള്ള ആത്മബന്ധത്തോളം മെമ്പർ ജനിക്കുന്നതിന് മുന്നേ ഉള്ള മൈക്കാണ്, അതാണ് എടുത്തു വന്നത്. അതാണ് പ്രശ്നം. എടാ, ഒരു പുതിയ മൈക്ക് വാങ്ങിച്ചു വൈകടാ. പിന്നെ 6 മാസം കഴിഞ്ഞ് 750 രൂപ പരിപാടിയല്ലേ, ഈ മൈക്കൊക്കെ പറ്റുള്ളൂ. മെമ്പറെ, 2 അടി മാറി സംസാരിച്ചാ മതി. 2 അടി മാറി സംസാരിച്ചാൽ. ഹലോ ഹലോ ഹലോ, പ്രിയമുള്ളവരെ, കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഈ വാർഡിൽ ഇങ്ങനെ ഒരു ഈ ടോയ്ലറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ഭാഗ്യമുണ്ട്, സന്തോഷമുണ്ട്, ഹാപ്പിയുണ്ട്, നല്ലതുണ്ട്. അല്ല സാറേ, നീയാണാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാനാണാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ ഷർട്ട് ഊരി അങ്ങ് തരട്ടാ, ചുരിദാർ അയച്ചിട്ടാ, ഞാൻ ബംഗാളി ആയിട്ട് അവിടെ നിൽക്കാം, മനസ്സിലായ? എന്റെ പ്രസിഡന്റ് ഒന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തി ഉദ്ഘാടനം ചെയ്ത് എനിക്ക് ഇടുക്കിക്ക് പോകാനുള്ളതാണ്. പ്രിയമുള്ളവരെ, അപ്പോ ഇനി ഞാൻ സമയം നീട്ടുന്നില്ല. ഈ ടോയ്ലറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നിന്റെ അടുത്താണ് ഞാൻ പറഞ്ഞ മിണ്ടാതിരിക്കാൻ, മനസ്സിലായ? അയ്യോ, പ്രതിപക്ഷ പട്ടിയല്ല, പ്രതിപക്ഷ പാർട്ടി. എനിക്ക് റീ വരൂല സാറേ. എനിക്ക് റീ വരും. ഇങ്ങോട്ട് പോയി
ഭഗവാനേ. ഇത് ഭയങ്കര അക്രമമായി പോയിട്ടാ. എന്തുപറ്റി? വയറ് നിറച്ച് ഫുഡും കൈ നിറച്ച് കാശും തന്നിട്ട് ഇപ്പൊ അക്രമാണ് ഇങ്ങനെയാണ് വിളിച്ചു പറയണത്. ആർക്ക് പൈസ തന്ന്? എന്താണ് 2 ബ്രെഡ് ഒരു കഷ്ണം പഴം തന്നതാണോ ഇത്ര അങ്ങ്? അത്ര വരുമല്ലോ. ആ അത്ര വരും. എങ്ങനെ എന്താ പറയാത്ത? എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ ഈ നിശ്ചലോക്കി കളിയൊന്നും പറയൂലേ? സ്തംഭിപ്പിക്കും. സ്തംഭിപ്പിക്കും, സ്തംഭിപ്പിക്കും. ഞങ്ങൾ സ്തംഭിപ്പിക്കും, സ്തംഭിപ്പിക്കും. ഓക്കേ. എടാ നീ ഇത് ഇവിടെ ഒന്ന് പറയുമെന്ന് എനിക്കറിയായിരുന്നു കേട്ടാ. എന്റെ മോളുടെ കല്യാണത്തിന് ക്യാ ബോൾ രഹേ സർ? ഓ, ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞില്ലേ, ഇവിടെ മാറിയില്ലേ കേട്ടോ സെക്രട്ടറി. എന്റെ മോളുടെ കല്യാണത്തിന് ഞാൻ അവനെ കല്യാണം ക്ഷണിച്ചു. യവനാ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന നേരത്ത് എഴുന്നേറ്റ് ഇതുപോലെ വിളിച്ചങ്ങ് കൂവി. അയ്യോ, എന്നിട്ട് കല്യാണം മുടങ്ങിയോ? എവിടെ മുടങ്ങായി? ഇവിടെ വിളിച്ച പോലെ തന്നെ അവിടെയും വിളിച്ചത്. ആർക്കും ഒന്നും മനസ്സിലായില്ല. സമരം ചെയ്യും. ആര് മരണം വരെ സമരം ചെയ്യും. ആര് ചെയ്യും? രമണി വന്ന് രമണി ചെയ്യും. ആര് ചെയ്യും? രമണി ചെയ്യും. എനിക്കൊന്നും പറ്റൂല. പിന്നെ ആര് ചെയ്യും? സ്വന്തമായിട്ട് പറഞ്ഞതല്ല അങ്ങോട്ട് ചെയ്യണം. അയ്യോ എനിക്ക് പറ്റൂല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടി നടക്കാൻ വിട്ട ഒരാള് വേണ്ടേ? ആ അതല്ലേ വരാത്തത്. ആ 1000 രൂപ തന്നെ ഞാൻ ചെയ്യാം. 1000 രൂപ എന്നാ ആ കൊച്ചു വരാന്ന് കൊടുക്ക്. ഞാൻ ചെയ്യാം. 250 രൂപ തരുന്ന പോലെ പറ്റിക്കരുത്. അവൻ ചെയ്യാനോട്ട് നക്കി തരുമെന്ന് ഞാൻ ചെയ്യൂല. ഞാൻ കറക്റ്റ് 1000 തരും. അല്ലേ? നീ എന്റെ പാർട്ടിയാ അവന്റെ പാർട്ടിയാ? സാറ് പൈസ തന്ന ഞാൻ സാറിനെ പറ്റി, ഇയാൾ പൈസ തന്ന ഇയാളെ പറ്റി. ഇപ്പൊ സാറ് പറ്റി. അതെ, ഞാൻ പട്ടി, ഞാനാണ് പട്ടി. പ്രസിഡന്റ് ഇവിടെ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങളുടെയും അനീതികളുടെയും പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ്. ഈ പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് നിങ്ങളോട് കണക്ക് ചോദിച്ചാൽ നിങ്ങൾ അതിന് സമാധാനം മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾ അതിന് സമാധാനം പറയേണ്ടി വരും. ഞാനോ? ഞാൻ സമാധാനം പറയണോ? പിന്നെ മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ അറിവിന്റെയും പുച്ഛത്തിന്റെയും വിവേകത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന അടിമത്തം അനുഭവിക്കുന്ന ഒരു ജനതയുടെ മുതൽ ഞാൻ എന്തോ മറുപടി പറയണോ? അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള. എന്തുവാ പ്രസിഡന്റ് ഈ കാണിക്കുന്നത്? ഉദ്ഘാടനത്തിന് വന്നും അതങ്ങോട്ട് ചെയ്യ്. എനിക്ക് ഇടുക്കിക്ക് പോകാനുള്ളതാ. ഓക്കെ, ഞാൻ മറന്നുപോയി. അപ്പൊ പ്രിയമുള്ളവരെ, ഇനിയിപ്പോ നിങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നില്ല. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. മറ്റൊന്നുമല്ല, 3 വർഷം നമ്മുടെ പഞ്ചായത്തിൽ സുദീർഘമായ സേവനം അനുഷ്ഠിച്ച ശ്രീമതി ചന്ദ്രിക മാഡം നാളെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അപ്പോ അവർക്ക് ഈ അവസരത്തിൽ എന്റെയും എന്റെ പഞ്ചായത്തിന്റെയും മറ്റു മെമ്പർമാരുടെ എല്ലാം അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. എന്റെ കുഞ്ഞെ, നീ പേര് കൂട്ടി ചേച്ചി എന്ന് വിളിക്കണ്ട, വെറും ചേച്ചി എന്ന് വിളിച്ചാ മതി. മറ്റേത് കേട്ടിട്ട് എന്തോ പോലെ. പ്രിയമുള്ളവരെ, അപ്പൊ ഇനി വൈകിക്കുന്നില്ല. ഞാൻ ആ ഉദ്ഘാടന കർമ്മം എന്ന പരിപാവനമായ കർമ്മത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പൊ തുടങ്ങാം. ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നടക്കൂല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നടക്കൂല. സമ്മതിക്കൂലടാ, കൊക്കിന് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കൂല. വിട്ടു തരില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഞങ്ങളുടെ സമരം അതിഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുകയാണ്. കൈയടിച്ചിട്ടില്ലേ? ടോയ്ലറ്റ് പോയല്ലോ. ഞാൻ രാവിലെ പോയല്ല. അതല്ല, നമ്മുടെ ടോയ്ലറ്റ് പോയെന്ന്. അങ്ങോട്ടല്ല ഇങ്ങോട്ട് അവരെടുത്തോണ്ട് പോയി. ഉദ്ഘാടനം കഴിഞ്ഞ അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ ഇതിനകത്തേക്ക് കയറി ഉദ്ഘാടന കർമ്മം പൂർണ്ണമാക്കാൻ പോകും. അങ്ങനെ നീ ഉദ്ഘാടന കർമ്മം നീ നാളെ ഉദ്ഘാടനം ചെയ്തില്ല. മുറിക്കോടാ, അതിന്റെ അകത്ത് കയറിയിട്ട് ഞാൻ മുറിക്കോടാ. അയ്യോ മക്കളെ, പട്ടിയല്ല പാർട്ടി. പട്ടി തന്നെ വിളിച്ചത്. ആണോ? നീ എന്നാ ബംഗാളിച്ചികളെ വിട്ടിട്ട് പട്ടിന്ന് വിളിപ്പിക്കൂടാ. അതിന്റെ അകത്ത് ഞാൻ കേറൂടാ.
പ്രസിഡന്റ് നീ നാളെ വരത്തില്ല. ഉദ്ഘാടനം ചെയ്യണം. അതെ, സൗണ്ട് ഒന്നും കേൾക്കില്ല. കേക്കണില്ലേ? ഉദ്ഘാടനം കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞു. Yes. ഇല്ലടോ, നിന്നെ ഇത് കൊല്ലുവാടാ. എടാ, ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഞാനിരിക്കണം ഇവിടെ. നേതാവേ പ്രസിഡന്റിനെ പിടിച്ച് ഇറക്കിയിട്ട് അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യ് നേതാവേ. എന്റെ പ്രസിഡന്റ് ഈ ഡോർ തുറന്ന് ആ മെമ്പറെ ചവിട്ടി വെളിയിൽ ഇറക്കും പ്രസിഡന്റ്. ഏയ്, നീ ഒന്നങ്ങോട്ട് തിരിഞ്ഞേ. അതല്ലെന്ന്, ഇതിനകത്ത് നിന്റെ വയറൊന്ന് എന്റെ ദേഹത്ത് ഇടിക്കുന്നു. അപ്പൊ നിന്റെ വയറ് എന്റെ ദേഹത്ത് എടുക്കണില്ലേ? നിന്റെ വയറാണ് കുഴപ്പം. ഒന്നാമത്തെ കേസ് ഇതിനകത്ത് സ്ഥലവുമില്ല. അതിന്റെ ഇടയ്ക്ക് നീ കയറി വന്നെന്തിനാണ്? ഞാൻ ഇവിടെ ഇരിക്കൂല. പിന്നെ ഇപ്പൊ കാണിച്ചു തരാടാ. സുരേഷേ, എടാ സുരേഷേ, ഞാൻ ദാ യവനെ ചവിട്ടി വെളിയെറിയാൻ പോവാണ്. പിടിച്ചോണേ, പിടിച്ചാണ്. ഞാൻ വാതിൽ തുറക്കാൻ പോവാണ്. ആര് പോകുമെന്ന് അറിയണം. സുരേഷേ, എടാ ഇത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തുറക്കുന്നത്? ഇപ്പൊ എങ്ങോട്ട് പിടിച്ച്? ഞാൻ വലത്തോട്ട്. വലത്തോട്ടാ പിടിച്ച്? ഇടത്തോട്ടൊന്ന് പിടി എണ്ണ. ഇടത്തോട്ടാ? ഇല്ലടാ, തുറക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് മാറി നീട്. സുരേഷേ, സത്യത്തിൽ ഇത് എങ്ങടെ തുറക്കണ്ടത്? ആണോ കുലുക്കിയിട്ടൊരു പിടി പിടിയണ വലത്തോട്ട്? വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് പിടി. ഇടത്തോട്ട് ഞാൻ പിടിക്കൂല, ഞാൻ വലത്തോട്ടാ പിടിക്കൂല. എന്നാ പിന്നെ വലത്തോട്ട് പിടി. നടക്കണില്ല. അയ്യോ, തുറക്കാൻ പറ്റില്ലടാ. സെക്രട്ടറിയാണ് ഇത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. സെക്രട്ടറിന് ഒരു ഉത്തരം പറ. സുരേഷ്, എന്റെ വായിരിക്കുന്ന വർത്താനം കേൾക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു കോയിൻ ഇട്ടിട്ട് അകത്ത് കയറാവുള്ള, അല്ലെങ്കിൽ ലോക്ക് ആയി പോകുമെന്ന്. കോയിനിട്ടാലേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളായിരുന്നു അല്ലേ? അശ്ശോ, സുരേഷേ, എടാ നിന്റെ കോയിൻ ഇരിപ്പുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തിടാ. നമ്മളെ എവിടെ എണ്ണ പൈസ? 5 പൈസ ഇല്ല. അവര് ആരോടെങ്കിലും ചോദിടാവുന്നു. ഒരു രൂപ ഇറക്കാം. പിന്നെ 6 മാസം കഴിഞ്ഞ് 650 രൂപ പരിപാടിയല്ലേ? എന്റെ പൈസ ഒന്നും എടാ നീ 1 രൂപ ഇട്ടോളാ, ഞാനത് 2 മാസം കഴിഞ്ഞിട്ട് തരാം. പൈസ ഇല്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? പ്രസിഡന്റ്, ഒന്ന് നില്ല്, ഒന്ന് ശ്വാസം വിട്. നിങ്ങൾ രണ്ടുപേരും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അല്ലെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ടെക്നീഷ്യനെ വിളിക്കുന്നത്. ടെക്നീഷ്യനെ വിളിക്കുക. എനിക്ക് കറങ്ങാത്തില്ല. മക്കളെ കരയല്ലേടാ, മക്കളെ അണ്ണൻ നിക്കല്ലേ, കരയല്ലേടാ. ഇല്ലടാ, ശരിയാവൂടാ. സെക്രട്ടറി, ഇതെങ്ങനെയെങ്കിലും ടെക്നീഷ്യനെ വിളിച്ചത് തുറക്കാൻ നോക്ക്. ടെക്നീഷ്യനെ ഞാൻ വിളിക്കാം. ടെക്നീഷ്യനെ വിളിക്കാൻ. പക്ഷെ 1.5 ദിവസം കഴിയും ഇത് വരാനായിട്ട്. 1.5 ദിവസം? എത്ര ദിവസം പറഞ്ഞു? 1.5 ദിവസം. എവിടുന്ന് പറഞ്ഞു? ചെന്നൈന്ന്. അയ്യോ പ്രസിഡന്റ്, 1.5 ദിവസം എടുക്കുമെന്ന് ചെന്നൈന്ന് വരാൻ. ചെന്നൈന്നോ? 1.5 ദിവസവും? അപ്പൊ 1.5 ദിവസം ഞാൻ എവന്റെ കൂടെ ഇതിനകത്ത് നിക്കണം. അയ്യോ, എടാ സുരേഷേ, ഒരു കാര്യം ചെയ്യടാ. നീ ആ പത്രക്കാരൻ TV ചാനലുകാരെയൊക്കെ ഒന്ന് വിളിയടാ. വിളിച്ചിട്ട് അവരോട് പറ, എന്റെ പാർട്ടി എവന്റെ പാർട്ടി അങ്ങ് ലയിച്ചെന്ന്. അപ്പൊ അവരുടെ പാർട്ടി നമ്മളെ പാർട്ടി ഒരു പാർട്ടി അല്ലടി, നമ്മളെല്ലാം ഒറ്റ പട്ടി. അടിപൊളി. Comedy Masters, Comedy Masters, Comedy Masters.